എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ കബഡി വെച്ച് ഓൺലൈനായി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആലപ്പുഴ ഒരു ക്ഷേത്രം കൂടെ പരിചയപ്പെടാം. ആലപ്പുഴ ഒരു ക്ഷേത്രമുണ്ട്, കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം. അത് ഭുവനേശ്വരി ഉദ്ദേശിക്കുന്ന സമ്പത്തിൻ്റെ ദേവതയാണ് അല്ലേ. അപ്പോൾ ആലപ്പുഴക്കാർക്കൊക്കെ അവിടെ പോയി ഈ പറയുന്ന വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകും. അതായത് ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമുക്ക് ഈ ജോലി കിട്ടുമ്പോൾ ഉള്ള സാമ്പത്തിക തടസ്സം, അതായത് സാമ്പത്തിക നഷ്ടങ്ങളും സാമ്പത്തിക തടസ്സങ്ങളും, ഈ സാലറി കിട്ടുന്ന സമയത്താണല്ലോ അനാവശ്യമായ ചെലവുകളെല്ലാം കയറി വരുന്നത്, വീണ്ടും കടം കൊടുക്കുന്നത്. അപ്പോൾ കടബാധ്യതകൾ മാറാനും, അതായത് കടബാധ്യതകൾ മാറണമെങ്കിൽ ഒന്നെങ്കിൽ ജോലിയിൽ സാലറി കൂടണം, ഇല്ലെങ്കിൽ ഇതിലും നല്ല ജോലി ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ അല്ലേ. പിന്നെ നമ്മൾ എത്ര വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്താലും നമ്മൾ ജോലിക്ക് പോകാൻ നമുക്ക് പൈസയും കിട്ടത്തില്ല. അപ്പോൾ സാമ്പത്തികപരമായ പുരോഗതിക്ക് വേണ്ടി നമ്മൾ കിടങ്ങാമ്പറമ്പ് ഭുവനേശ്വരി, അത് ഭുവനേശ്വരി ക്ഷേത്രമാണ്. അതായത് അവിടെ അശ്വാരൂഢ മന്ത്ര അർച്ചന, അതായത് താമര, ഒരു 3 താമരയെങ്കിലും മേടിച്ച് കൊടുത്ത് നമ്മളവിടെ തിരുമേനിയോട് പറയണം, തിരുമേനി എനിക്ക് സാമ്പത്തികപരമായ നല്ല രീതിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഈ അശ്വാരൂഢ മന്ത്രം നമ്മൾ സാധാരണ ദേവീ ക്ഷേത്രത്തിൽ ചെയ്യുന്ന പോലെ അവിടെ ഭുവനേശ്വരി തന്നെയാണ്. അപ്പോൾ ഭുവനേശ്വരിക്ക് താമര കൊണ്ട് അശ്വാരൂഢ മന്ത്രാർച്ചന ചൊവ്വാഴ്ച, അതായത് 7 ചൊവ്വ വെള്ളി അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് സാമ്പത്തികപരമായ മാറ്റങ്ങൾ നല്ലപോലെ ഉണ്ടാകും. അതായത് സാമ്പത്തിക ലാഭം ഉണ്ടാകും. അത് എങ്ങനെയെന്ന് ചോദിക്കുവാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, നമ്മൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഈ അർച്ചന ചെയ്ത് അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടും. നമ്മൾ ഉദാഹരണത്തിന് ജോലി സ്ഥലത്ത് സാലറി കൂട്ടി ചോദിച്ചു, അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാകും. പിന്നെ നമ്മൾ വേറെ ജോലി അന്വേഷിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ജോലി ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ സാമ്പത്തികപരമായ ജോലികൾ നമ്മളെ തേടി വരും. അങ്ങനെ നമുക്ക് സാമ്പത്തികം കിട്ടും. അതാണ് അശ്വാരൂഢ മന്ത്ര അർച്ചനയുടെ പ്രത്യേകത. അതായത് സാലറി കിട്ടുന്ന സമയത്ത് അനാവശ്യപരമായ ചെലവുകളില്ലാതെ ഉള്ള സാമ്പത്തിക ലാഭമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് വിദേശത്തൊക്കെ പോകാൻ നമ്മളിങ്ങനെ നോക്കി നിൽക്കുവാണ്. അതേപോലെ തന്നെ ജോലി കാര്യങ്ങൾ, പ്രമോഷൻ, അതേപോലെ തന്നെ ഹോട്ടൽ ബിസിനസ് നടത്തുന്നവർ, അതായത് ഏത് ബിസിനസ് നടത്തിയാലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി കിടങ്ങാമ്പറമ്പ് ഭുവനേശ്വരി ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തജനങ്ങൾ അശ്വാരൂഢ മന്ത്ര അർച്ചന ചെയ്യുന്നത് വളരെ അധികം ഉത്തമമാണ്. ഇത് താമര കൊണ്ട് തന്നെ ചെയ്യണം. കാരണം അശ്വാരൂഢം ഉദ്ദേശിക്കുന്ന താമര സമ്പത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ്. അപ്പോൾ താമര കൊണ്ട് അശ്വാരൂഢം ചെയ്യുമ്പോൾ വശ്യത കൂടുതലുണ്ടാകും. അപ്പോൾ നമ്മുടെ കർമ്മം, അതായത് നമ്മൾ നേരത്തെ ജോലികളൊക്കെ അന്വേഷിച്ച് വെച്ചേക്കണം. അപ്പോൾ ഈ അർച്ചനയുടെ ശക്തിയാൽ, അതായത് ഈ വഴിപാടിൻ്റെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തിയിൽ നമുക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാകും. സാലറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാലറി കൂട്ടി കിട്ടും. നമ്മൾ ജോലി അന്വേഷിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് നല്ല ഒരു ജോലിയും കിട്ടും. അതാണ് ഈ അശ്വാരൂഢ മന്ത്ര അർച്ചനയുടെ പ്രത്യേകത. അത് അവിടെ ചെയ്യുവാണെങ്കിൽ ഭുവനേശ്വരിക്ക് തന്നെ നമ്മൾ ചെയ്യുമ്പം നല്ല രീതിയിൽ നമുക്ക് മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ ബിസിനസ് പരമായി മുന്നോട്ട് പോകുന്നവർക്കൊക്കെ ഗുണകരമായ ഒരു അർച്ചനയും കൂടെയാണ് അശ്വാരൂഢ മന്ത്ര അർച്ചന. അധികം വലിയ ചിലവില്ല. 3 താമരയുടെയും പൈസയും പിന്നെ അമ്പലത്തിൽ രസീത് ഉണ്ടാകും. ആ രസീതും പിന്നെ തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കുക. ആ പ്രസാദം മേടിച്ച് നമ്മുടെ വീട്ടിലോ അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം സ്ഥാപനമാണെങ്കിൽ സ്ഥാപനത്തിലോ വെക്കുക. ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങൾ ചൊവ്വ വെള്ളിയാഴ്ച ചെയ്യണമെന്നില്ല. ജോലി ഇല്ലാത്തപ്പോൾ ഞായറാഴ്ച ദിവസം ഈ പറയുന്ന വഴിപാട് വിശ്വാസപൂർവ്വം ചെയ്താൽ മതി. അപ്പം കിടങ്ങാമ്പറമ്പത്ത് പോകുന്ന ഭക്തജനങ്ങൾ ആലപ്പുഴയിൽ അശ്വാരൂഢ മന്ത്ര അർച്ചന താമര ചെയ്യുക. നല്ല രീതിയിൽ മാറ്റങ്ങളും ഫലങ്ങളും ഒക്കെ ഉണ്ടാകും. തൊഴിൽപരമായ കാര്യങ്ങൾക്കൊക്കെ ഉയർച്ച ഉണ്ടാകും. ജോലിയിൽ ഇപ്പോൾ പുരോഗതി ഉണ്ടാകും. സാമ്പത്തികം കൂടും. സാമ്പത്തിക ലാഭം ഉണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്.